Hi dear students, today we are discussing the topic cash management as a part of working capital management. Okay, then cash management, what is cash? In narrow sense, it means currency, but actually cash includes cash and near cash. Near cash means short-term marketable securities. With regard to cash, we have different assets, but cash is considered as least productive asset. നമ്മൾ കീപ്പ് ചെയ്യുന്ന അസറ്റുകളിൽ തീരെ പ്രൊഡക്റ്റീവ് അല്ലാത്ത അസറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാഷിനാണ്. കാരണം ഒരു കറൻസി നോട്ട് ഇറ്റ് പ്രൊഡ്യൂസ് നത്തിങ്. ഓക്കെ, സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ലീസ്റ്റ് പ്രൊഡക്റ്റീവ് അസറ്റ്. ദെൻ ക്യാഷ് കോസ്റ്റ്. നമ്മൾ ക്യാഷിന് രണ്ട് കോസ്റ്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് കോസ്റ്റ്. ഷോർട്ട് കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ക്യാഷ്. നമുക്ക് അത്യാവശ്യത്തിന് ക്യാഷ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കോസ്റ്റാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ കൺവേർഷൻ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി വാണ്ട് 10 lakh rupees ബട്ട് ദർ ഇസ് നോ ക്യാഷ് ബാലൻസ്. 10 ലക്ഷം ആവശ്യമുണ്ട്, ക്യാഷ് ഇല്ല. നമ്മളെന്ത് ചെയ്യും? We have to sell our short-term marketable securities. When it is sold, we will incur conversion cost. That is the cost of converting asset or a stock into cash. Okay, that is conversion cost. That is short cost. And second cost is opportunity cost. Opportunity cost is the excess cash balance cost or holding cost. നമുക്ക് 10 lakhs ആവശ്യമുള്ളൂ, പക്ഷേ വി ആർ കീപ്പിംഗ് 15 lakhs. ഒരു എക്സസ് 5 lakh കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ 5 lakh നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതിന് പകരം ഇഫ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ആൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റി വി വിൽ ഗെറ്റ് എ റിട്ടേൺ. സോ ദ റിട്ടേൺ വി ആർ സാക്രിഫൈസിങ് by holding excess cash balance, it is called opportunity cost, holding cost or excess cash balance cost. Okay, so രണ്ട് കോസ്റ്റുകളാണ്, ഒന്ന് ഷോർട്ട് കോസ്റ്റ്, മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Okay, the next topic is motives for holding cash. Why we are holding cash? ബിസിനസ്സിൽ എന്തിനാണ് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷൻ നടത്താൻ അല്ലേ? ആക്ച്വലി വി ഹാവ് എ ലോട്ട് ഓഫ് റെസിപ്റ്റ്സ്, എ ലോട്ട് ഓഫ് പേയ്മെൻറ്റ്സ്. കുറേ പൈസ കിട്ടുന്നുണ്ട്, കുറേ പൈസ കൊടുക്കുന്നുണ്ട്. ഇഫ് ദർ ഈസ് സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്, നോ ക്യാഷ് ബാലൻസ് ഈസ് റിക്വയർഡ്. നമുക്ക് 10,000 രൂപ കിട്ടാനുണ്ട്, 10,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ 10,000 കിട്ടിയിട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണെങ്കിൽ 10,000 കൊടുക്കേണ്ട സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് അവർ റെസിപ്റ്റ്സ് ആർ ഇൻ ദ സെയിം ടൈം വി ഹാവ് ടു മേക്ക് പേയ്മെൻറ്റ്. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? ദർ ഈസ് നോ സിങ്ക്രണൈസേഷൻ. ഇത് തമ്മിലൊരു ഏകോപനമില്ല അല്ലേ? എപ്പോഴാണ് കൊടുക്കേണ്ടത് അപ്പോഴല്ല പൈസ കിട്ടുക. സോ ദർ ഈസ് നോ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓർ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവിന് ക്യാഷ് കീപ്പ് ചെയ്യുന്നത്. അതേസമയം ഇഫ് ദർ ഈസ് ഫുള്ളി സിങ്ക്രണൈസ്ഡ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, നോ ക്യാഷ് ഈസ് റിക്വയർഡ്. So the first motive is transaction motive. It is due to lack of synchronization between inflow and outflow. Second motive is precautionary motive. As a businessman, he has to keep some amount of cash for meeting contingencies. There may be a lot of contingencies that will happen. So at that time he will require some additional cash. That is why he is keeping cash, which is called precautionary motive. The next one is speculative motive. A businessman has to speculate some events beyond his control. For example, inflationary fluctuations, interest rate fluctuations, price fluctuations, or boom, depression, etc. Okay, there may be some situations which are beyond the control of businessman. For meeting such a type of transactions, he has to keep some amount of fund, which is called speculative motive. And last one is compensating motive. Simply to compensate some parties.
ഓക്കെ, നമ്മൾ ബിസിനസ്സിന് 10 ലക്ഷം രൂപയുടെ ക്യാഷ് റിക്വയർമെൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് 10 ലക്ഷം മാത്രം കീപ്പ് ചെയ്താൽ പോരാ. പകരം വി ഹാവ് ടു കോമ്പൻസേറ്റ് സം പാർട്ടീസ്. ഫോർ എക്സാമ്പിൾ, അവർ ബാങ്ക് മാനേജർ, he will make a call on 31st March to make some deposit which can be withdrawn after 2 or 3 days. ഓക്കെ, അത്യാവശ്യം അയാളുടെ ഒരു ടാർഗറ്റ് തേക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസത്തിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ബാങ്ക് മാനേജറെ നമ്മൾ വിളിക്കും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ഒരു 4 ദിവസത്തേക്ക് അയാൾക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. So we have to compensate different parties related to business. For this purpose also we will hold cash. So motives for holding cash are transaction motive, precautionary motive, speculative motive, and last one is compensating motive. The next, facets of cash management. There are different phases or elements of cash management, and the important phases are, first one, cash planning. Cash management first phase എന്ന് പറയുന്നത് cash planning ആണ്. And second one is managing cash flows. Financial manager has to manage cash flow. Cash flow may be inflow of cash and outflow of cash. He has to manage inflows and outflows of cash. And then next is determining optimum cash level. The optimum level of cash to be kept in business. അതായത് ഏറ്റവും അല്ലേ, നമ്മൾ 2 കോസ്റ്റുകൾ പറഞ്ഞു. എക്സസ് ക്യാഷ് ബാലൻസ് കോസ്റ്റും കൂടുതലാവാൻ പാടില്ല, ഷോർട്ട് കോസ്റ്റും കൂടുതലാവാൻ പാടില്ല. ഏറ്റവും മിനിമം കോസ്റ്റുള്ള ഒരു ക്യാഷ് ബാലൻസ് ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഡിറ്റർമിനിങ് ഒപ്റ്റിമം ക്യാഷ് ലെവൽ. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് സർപ്ലസ് ക്യാഷ്. ഒരു ഫിനാൻഷ്യൽ മാനേജർ എക്സസ് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അത് ബിസിനസ്സിൽ തന്നെ കീപ്പ് ചെയ്യരുത്. ഒരു 4 ദിവസത്തേക്ക് 10 ലക്ഷം രൂപ എക്സസൈസ് കിട്ടുമെങ്കിൽ 4 ദിവസത്തേക്ക് ഇത് ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നിയർ ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇൻവെസ്റ്റിംഗ് സർപ്ലസ് ക്യാഷ്. ദ ഫേസറ്റ്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് പ്ലാനിങ്, മാനേജിങ് ക്യാഷ് ഫ്ലോസ്, ഡിറ്റർമിനിങ് ഒപ്റ്റിമം ക്യാഷ് ലെവൽ, ആൻഡ് ഇൻവെസ്റ്റിംഗ് സർപ്ലസ് ക്യാഷ്. The first stage is cash planning. It is done by cash forecasting. Okay, cash planning is done by cash forecasting. There are different methods for cash forecasting. First one is receipts and disbursement method. We will estimate cash receipts and disbursement. Disbursement means cash payments. Okay, both the long term cash receipts and short term cash receipts and payments are compared. We will compare between cash receipts and cash payments of both long term and short term nature. Then by comparing receipt and payments, we will get shortage or surplus in receipts. There may be shortage or surplus. If there is shortage in actual receipt shortage ആണുള്ളതെങ്കിൽ it is taken from bank. ആ ഷോർട്ടേജ് നികത്താൻ വേണ്ടി നമ്മൾ ബാങ്കിൽ നിന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യും. ആൻഡ് ഇഫ് ദർ ഈസ് സർപ്ലസ് ഇൻ ആക്ച്വൽ റെസിപ്റ്റ്, ക്യാഷ് റെസിപ്റ്റിൽ സർപ്ലസ് ആണ് കാണുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ദിസ് ഈസ് റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ്. It is also called sources and uses method. In this case, we will prepare a statement having 3 items, that is sources of cash, uses of cash, and adjusted cash balance. It is estimated with the help of annual budget. നമ്മൾ ഈ sources of cash, then uses of cash, ഇത് രണ്ടും എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആനുവൽ ബഡ്ജറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദ എക്സ്പെക്റ്റഡ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ത്രൂ ബോറോയിങ്സ്, ഷെയർ ഇഷ്യൂ എക്സെട്ര. അല്ലേ, ഈ ഒരു സർപ്ലസോ ഡെഫിസിറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഈസ് ഡെഫിസിറ്റ്, ഷോർട്ടേജ് ഉണ്ടെങ്കിൽ, it can be arranged from borrowings or from issue of securities etc. If there is surplus, it is invested in short-term marketable securities. Okay, then what are the factors to be considered while determining cash need?
When we determine the cash need, the important factors we consider as synchronization. That is, whether there is synchronization between cash receipt and cash payment. If there is high synchronization, we require less cash requirement. If there is no synchronization at all, we require more cash requirements. Okay, and the other two aspects are our cost, cash cost, that is short cost, and opportunity cost or excess cash balance cost. Okay, then these are the three factors. First one, synchronization between cash inflow and outflow. Second aspect is short cost. What is short cost? We have already discussed it. Short cost means cost due to shortage of cash. Okay, if there is shortage of cash, the important cost include are first one, transaction cost. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ we have to sell our assets. When we sell our assets, we have to make payment of commission, brokerage, etc. That is transaction cost. Second cost is borrowing cost. When there is no other arrangement, just like sale of assets, then we have to arrange funds by borrowing. Then we borrow the fund, we will incur interest, commission, expenses, etc. The third one is credit rating cost. If there is no cash balance with us, it will affect our goodwill, credit worthiness. Then there may be loss of goodwill of the firm, which is called credit rating cost. And last one is penalty cost. For example, if we have to make payment but not able to make payment, then we will be required to pay penal rates, penal rate of interest, etc. Penal rate charged by banks. Then the third element is excess cash balance cost. We have already mentioned it is the missed opportunity cost due to excess idle cash. So short cost may be four types: transaction cost, borrowing cost, credit rating cost, and penalty cost. Okay, these are the three factors considered at the time of determining cash need. Okay, then we will discuss one more topic, optimum cash level. It is the level of cash with the minimum cash cost. There are two types of costs, that is short cost and excess balance costs. The total of these is called total costs. At the optimum cash level, the total of these cash costs will be at minimum. Then there are different approaches for determining optimum cash level. First one is preparation of cash budget. By preparing a cash budget, we can estimate the optimum cash level required. And second approach is cash management models. Cash management models are also called minimizing cash cost models. ഏറ്റവും മിനിമം ക്യാഷ് കോസ്റ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്ന് പറയുന്ന കുറച്ച് മോഡലുകളുണ്ട്. Okay, so these models are used to determine optimum cash level. Okay, so the two approaches are first one cash budget, second one minimizing cash cost models or cash management models. Okay, thank you very much.